അല്ല, UDFന്റെ സാധ്യതകൾക്ക് ഒരു ഓട്ടവും സംഭവിച്ചിട്ടില്ല. പോളിംഗ് ശതമാനം കുറഞ്ഞതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുള്ള കൺഫ്യൂഷൻ, അത് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, അഡീഷണലായിട്ട് വോട്ട് ചേർത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ആവശ്യപ്പെടാതെയാണ് അവസാനത്തെ 2 ദിവസങ്ങളിലായിട്ട് വോട്ട് ചേർത്ത്. ആ ചേർത്ത വോട്ടിൻ്റെ ലിസ്റ്റ് UDF സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർക്ക് ലഭിച്ചിട്ടില്ല. അതാണ് വഞ്ചിയൂരുണ്ടായ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അത് 2 ദിവസം മുമ്പ് കിട്ടിയെങ്കിലും അതിൻ്റെ 400ഓളം ഇരട്ട വോട്ടുകൾ പരിശോധിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഒരു കുടുംബത്തിൽ തന്നെ മാതാപിതാക്കൾക്ക് ഒരു പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ടെങ്കിൽ മക്കൾക്ക് വേറെ പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ട്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായി. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ പോളിംഗ് ബൂത്തുകളിൽ ധാരാളം ആളുകൾ വന്ന് അവരുടെ വോട്ടുകൾ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത പല ആളുകൾക്ക് ഇത്തവണ വോട്ടില്ല. സാധാരണ 2020 വോട്ടിൽ നിന്ന് അഡീഷണലായിട്ട് ചേർക്കുന്നവരെയാണ് സാധാരണ ചേർക്കുക. പക്ഷേ 2020 ചേർന്ന വോട്ട് ചെയ്ത വോട്ടർമാർക്ക് പോലും വോട്ടില്ലാത്ത പരാതി വന്നു. അപ്പം ഇങ്ങനെ ഒരു മൊത്തം കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇലക്ഷൻ കമ്മീഷനെ പരിശോധിക്കേണ്ടതായിരുന്നു. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നോക്കേണ്ട ചുമതലയുണ്ടായിരുന്നു. അതുണ്ടായില്ല. അതുകൊണ്ട് വന്ന ഒരു പിന്നെ മരിച്ചുപോയവരുടെ പേര് പലയിടത്തും നീക്കം ചെയ്തിട്ടില്ല. ഇതിൽ പറയുന്ന പല ആൾക്കാരും ജീവിച്ചിരിപ്പില്ലാത്ത കുറേ വോട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് കുട്ടികൾ പുറത്ത് പഠിക്കാൻ പോയി. അപ്പം ഞാനൊക്കെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിയ ആളാണ്. അപ്പോൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എത്ര വോട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ, സാർ 4 വോട്ടുണ്ട്, 2 പേർ സ്ഥലത്തില്ല, മക്കൾ പുറത്താണ്, ഒന്നുകിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ സ്റ്റേറ്റ്സിൽ, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ പലരും യങ് ജനറേഷനിൽപ്പെട്ട പലരും സ്ഥലത്തില്ല, അവരാരും വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ചെയ്ത വോട്ടുകൾ വെച്ച് നോക്കുമ്പോൾ UDF പ്രതീക്ഷ ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. മിക്കവാറും ചില ഏരിയയിലൊക്കെ മറ്റു പല പാർട്ടികളുടെയും പ്രത്യേകിച്ച് BJPയുടെ ഒരു നിസ്സംഗത ഞങ്ങൾക്ക് പല ബൂത്തുകളിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോളിംഗ് ശതമാനത്തിൻ്റെ കുറവൊരിക്കലും ഞങ്ങളെ ബാധിക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പൊതുവെ പറയുന്നൊരു കാര്യം, ഈ CPMന്റെ കേഡർ വോട്ടുകൾ അത് ഏത് സാഹചര്യത്തിലും പെട്ടിൽ വീഴും എന്ന് പൊതുവെ പറയാറുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ പോലും ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ പെട്ടിയിൽ കാണും, അതുകൊണ്ട് അത് അവർ ബാധിക്കില്ല എന്നുള്ള ഒരു ന്യായം അത് ശരി അല്ല. അത് പഴയ പോലത്തെ ഒരു കേഡർ സിസ്റ്റം ഒന്നും CPMനില്ല. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞു വിട്ട ആൾക്കാർ പോലും അവർക്ക് വോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ പഴയ കാലഘട്ടമൊക്കെ പോയി. ഇപ്പോഴത്തെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വന്ന മൂല്യച്യുതി ഏറ്റവും അധികം നിരാശരാക്കിയത് അവരുടെ കേഡർ വോട്ടുകളെയാണ്. അപ്പം അതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. പൂർണ്ണമായിട്ട് ഞങ്ങൾ കണക്കെടുത്തില്ലെങ്കിൽ 50-ൽ കൂടുതൽ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പാർട്ടി ഇപ്പോഴും നിൽക്കുന്നത്, പാർട്ടി മുന്നണി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.